ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിംഗ്. രോഗപ്രതിരോധ ശേഷി കുറയുന്ന കർക്കിടക മാസത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പനി സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് പ്രയോജനകരമായിട്ടുള്ള ആയുർവേദ മരുന്നുകളെക്കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ലേഹ്യങ്ങൾ, കഷായം, ചൂർണം, ഇതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിന് പ്രയോജനങ്ങളെക്കുറിച്ചും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ആദ്യം തന്നെ തുളസി ലേഹ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച് നോക്കാം. തുളസി ലേഹ്യം നമ്മൾ വേണുന്നത് പനങ്കൽക്കണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ലേഹ്യം ഉണ്ടാക്കുന്നത്. ഒരു 1/4 കപ്പ് പനങ്കൽക്കണ്ട് എടുത്ത് രണ്ട് കപ്പ് വെള്ളത്തിൽ ചൂടാക്കി നന്നായിട്ട് കുറുക്കിയതിന് ശേഷം നമുക്കത് അരിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് തുളസി നീരും അതുപോലെ തന്നെ തുളസി ഒരു 15 ഇലകൾ എടുത്ത് നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തത് നമുക്ക് ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നീരെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഖരപദാർത്ഥവും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ചൂടാക്കി ഒരു 15 മിനിറ്റ് നേരം നന്നായിട്ട് ഈ ചെറു ചൂടിൽ നമുക്ക് ഇത് ചൂടാക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിത് കുറുകി വരുന്ന സമയത്ത് നമുക്ക് അല്പം നെയ്യും, 1 ടേബിൾ സ്പൂൺ നെയ്യും, കാൽ ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്ത് നമുക്കിതൊരു ലേഹ്യ പരുവത്തിൽ, അതായത് സെമി സോൾട്ട് കൺസിസ്റ്റൻസി, നമ്മുടെ കൈ വിരലുകൾക്കിടയിൽ നമുക്കൊരു നൂല് പോലെ ആവുന്ന ഫോമിൽ നമുക്കിത് എടുക്കാവുന്നതാണ്. ഈ ഫോമിൽ നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്കിത് ലേഹ്യമായിട്ട് കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് തേനായിട്ട് ചാലിച്ച് ഇത് കഴിക്കാവുന്നതാണ്. 2 നേരം ആഹാരത്തിന് ശേഷം നമുക്ക് കഴിക്കുന്നത് ചുമ പോലുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ കഫക്കെട്ട്, ഇതുപോലുള്ള പനി സംബന്ധമായ അസുഖങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് തുളസി ലേഹ്യം. ദഹനശക്തി നമുക്ക് കുറവാകുന്ന സമയമാണ് കർക്കിടകം. അതുപോലെ തന്നെ പനി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് വരികയാണെങ്കിൽ ദഹനശക്തി വീണ്ടും കുറയാനായിട്ടുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഞവര അരി പോലുള്ള പ്രിപ്പറേഷൻസ് വളരെ ഫലപ്രദമായിരിക്കും. ഞവര അരി നമ്മൾ 1 കപ്പ് എടുത്തതിന് ശേഷം ഇത് വെള്ളത്തിൽ 2 മണിക്കൂർ കുതിർക്കാൻ വെക്കുക. അതുപോലെ തന്നെ ഉലുവയും ഒരു 1/4 കപ്പ് ഉലുവ എടുത്ത് 2 മണിക്കൂർ കുതിർക്കാൻ വെക്കുക. അതിനുശേഷം നമുക്ക് ഇത് കുക്കറിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് 1 ലിറ്റർ വെള്ളം ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരുവിയത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ചുക്കുപൊടിയും കൂടെ ചേർക്കുന്നത് ഇത് വളരെ ഫലപ്രദമാണ്. നമുക്ക് ഇതുപോലുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ കഴിക്കുന്നത് മൂലം നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും അതുപോലെ തന്നെ പനി പെട്ടെന്ന് മാറിക്കിട്ടാനും സഹായിക്കുന്നതാണ് ഇതുപോലുള്ള ഞവര അരി പോലുള്ള പ്രിപ്പറേഷൻ. ചുമ, പനി, അതുപോലെ തന്നെ കഫക്കെട്ട്, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഇതെല്ലാം മാറിക്കിട്ടാൻ നമുക്ക് സഹായകരമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ത്രികടു ചൂർണത്തെക്കുറിച്ചാണ് അടുത്തത്. ത്രികടു ചൂർണത്തിൽ നമുക്ക് തിപ്പലി, അതുപോലെ തന്നെ കുരുമുളക്, ചുക്ക്, ഇവയുടെ പൊടികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് 3 പൊടിച്ചതിന് ശേഷം സമ അളവിൽ ചേർത്ത് നമുക്ക് ത്രികടു ചൂർണം ഉണ്ടാക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒരു 1/4 സ്പൂൺ ഈ പൊടി ത്രികടു ചൂർണം എടുത്തതിന് ശേഷം തേനിൽ ചാലിച്ച് 2-3 നേരം കഴിക്കുന്നത്, ആഹാരത്തിന് ശേഷം കഴിക്കുന്നത് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ വളരെ പ്രയോജനമാണ്. പ്രത്യേകിച്ച് കർക്കിടക സമയത്തുള്ള ചുമ മാറിക്കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലുള്ള ത്രികടു ചൂർണം പോലുള്ള പ്രിപ്പറേഷൻസ് പ്രയോജനകരമാണ്. പനിക്കൂർക്കയുടെ കഷായം നമുക്ക് ഈ കർക്കിടക സമയത്ത് ഉണ്ടാക്കി കഴിക്കുന്നത് നമുക്ക് ചുമ പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ വളരെ പ്രയോജനകരമാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നോക്കാം. നമുക്ക് വേണ്ടുന്നത് 4-5 പനിക്കൂർക്ക ഇലയാണ്. അത് നമുക്ക് 2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ചൂടാക്കി വറ്റിക്കേണ്ടതായിട്ടുണ്ട്. അത് 1 കപ്പായിട്ട് വറ്റിക്കുക. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇത് നമുക്ക് തേനിൽ കൂടെ ചാലിച്ച് നമുക്ക് കഴിക്കുന്നത്, 2 നേരം കഴിക്കുന്നത്, ആഹാരത്തിന് മുമ്പ് 2 നേരം കഴിക്കുന്നത് നമുക്ക് പനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ചുമയ്ക്കൊക്കെ വളരെ ഫലപ്രദമാണ്. നമുക്ക് ചെറുപയർ സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് നമുക്ക് വേണ്ടത് 1/2 കപ്പ് ചെറുപയറാണ്. ഇത് നമുക്ക് 4 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം എടുത്ത് നമ്മൾ നന്നായിട്ട് ഇത് കുക്കറിൽ വേവിച്ചെടുക്കുക. അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് ഇത് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അല്പം നെയ്യും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ചെറു ചൂടോടുകൂടി തന്നെ 2 നേരം കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. നമ്മുടെ പ്രോട്ടീൻസ് റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണിത്. അതുപോലെ തന്നെ നമുക്ക്
കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ഇഷ്യൂസ് വരാതിരിക്കാൻ ഇത് വളരെയായിട്ട് മലബന്ധം പോലുള്ള ഇഷ്യൂസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഇതുപോലത്തുള്ള ചെറുപയർ സൂപ്പ്. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ പോകുന്നത് മൂലം പനി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ മൂത്രം യൂറിനറി ഇൻഫെക്ഷനൊക്കെ മാറിക്കിട്ടാനായിട്ട് സഹായകരമാണ് ഇതുപോലത്തെ പയർ സൂപ്പ് നമ്മൾ ഉണ്ടാക്കി കുടിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചുക്കും മല്ലിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുടിക്കാവുന്നതാണ്. തിളപ്പിച്ച വെള്ളം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് ഇതുപോലുള്ള ചുമ വരാതിരിക്കാനും അതുപോലെ തന്നെ പനി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇതുപോലെ ചുക്കും മല്ലിയിട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത്. സമയത്ത് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ സഹായിക്കുന്ന വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ആയുർവേദ ഔഷധങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.